കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് സുവർണ ജൂബിലി സംഗമം നാളെ വൈകിട്ട് 4-ന് ചെറുപുഴ JMUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് J. സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും. മുൻ യൂണിറ്റ് പ്രസിഡന്റുമാർ ചേർന്ന് ജൂബിലി ആഘോഷ ദീപം തെളിയിക്കും. തുടർന്ന് സുവർണ ജൂബിലി ഗാനം ആലപിക്കും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലേജു ജയദേവൻ, ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി ഉൾപ്പെടെയുള്ളവരെ അനുമോദിക്കും. സഹകാരി CM ബേബിയെ ആദരിക്കും. ജില്ലാ ജനറൽ സെക്രട്ടറി P. ബാഷിദ്, ജില്ലാ ട്രഷറർ MP തിലകൻ, ജില്ലാ സെക്രട്ടറി NV കുഞ്ഞിരാമൻ തുടങ്ങിയവർ പ്രസംഗിക്കും. കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടാകുമെന്നും ഭാരവാഹികളായ J. സെബാസ്റ്റ്യൻ, ATV രാജേഷ്, ജോൺസൺ C. പടിഞ്ഞാത്ത്, സതീശൻ നെല്ലിയാംകുന്നത്ത്, CK പ്രദീപ് കുമാർ എന്നിവർ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് സുവർണ ജൂബിലി വർഷത്തിലേക്ക് കടക്കുകയാണ്. 1975-76 കാലഘട്ടങ്ങളിലാണ് ചെറുപുഴയിൽ വ്യാപാരി കൂട്ടായ്മയുടെ പേരിൽ ചെറുപുഴ മർച്ചന്റ് അസോസിയേഷൻ എന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. തുടക്കത്തിൽ ഏകദേശം 11 മെമ്പർമാരാണ്, വ്യാപാരികളാണ് അന്ന് ചെറുപുഴയിൽ ഉണ്ടായിരുന്നത്. അവരുടെ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുക പ്രയാസകരമായ ഒരു ഘട്ടത്തിലാണ് പരസ്പരം വ്യാപാര രംഗത്ത് മത്സരിച്ച് പ്രവർത്തിച്ചിരുന്ന വ്യാപാരികൾ ഇനി അങ്ങനെ പോരാ, ഐക്യത്തോടു കൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് ഒരു വ്യാപാരി കൂട്ടായ്മയ്ക്ക് ചെറുപുഴ മർച്ചന്റ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. സമീപ പ്രദേശങ്ങളൊന്നും ഇത്തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം അന്നുണ്ടായിരുന്നില്ല. കണ്ണൂരും പയ്യന്നൂർ പോലുള്ള വലിയ പട്ടണങ്ങളിൽ മാത്രമാണ് വ്യാപാരികളുടെ സംഘടന അന്നുണ്ടായിരുന്നത്. അങ്ങനെ 11 പേരിൽ പ്രവർത്തനം ആരംഭിച്ച് 50 വർഷം പൂർത്തീകരിക്കുമ്പോൾ 1980 കാലഘട്ടങ്ങളിൽ 81 കാലഘട്ടങ്ങളിൽ കേരളത്തിലാകമാനമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടനയ്ക്ക് കൊടുക്കുകയും ഈ പ്രാദേശികമായി രൂപീകൃതമായിട്ടുള്ള സംഘടനകളെല്ലാം ലയിക്കുകയും ഏകോപന സമിതി എന്ന സംഘടനയുടെ ഒരു യൂണിറ്റായി ചെറുപുഴ മാറുകയും ചെയ്തു. മർച്ചന്റ് അസോസിയേഷന്റെ 50 വർഷം പിന്നിട്ട് കഴിയുമ്പോൾ ഇന്ന് ഏകോപന സമിതിയുടെ ചെറുപുഴ യൂണിറ്റിൽ 500 മെമ്പർമാർ എത്തി നിൽക്കുകയാണ്. വലിയൊരു പുരോഗതിയാണ് കഴിഞ്ഞ 50 വർഷം കൊണ്ട് ചെറുപുഴ പട്ടണത്തിനും സമീപ പ്രദേശങ്ങൾക്കും ഉണ്ടായതെന്ന് നമുക്കറിയാം. അത് വ്യാപാര മേഖലയിലെ തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കി. അതിലെല്ലാം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ആദ്യകാലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മേഖലാ യൂണിറ്റ് തലങ്ങളിലും അതാത് കമ്മിറ്റികൾ അതാത് കാലങ്ങളിൽ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനഹൃദയങ്ങളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടം തേടിയതുപോലെ തന്നെ ജനശ്രദ്ധ ആകർഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ചെറുപുഴയിലെ വ്യാപാരി സമൂഹവും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ തൊഴിൽ മേഖലയിൽ നിരവധി ആളുകൾ കടന്നു വരികയും കുറേ പേരെല്ലാം ഇടയ്ക്ക് പൊഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ടാകും. എന്നിരുന്നാലും അടിസ്ഥാനപരമായി ഈ വ്യാപാര മേഖലയെ പിടിച്ചു നിർത്തുന്നതിനും ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതാത് കാലങ്ങളിലുള്ള നേതൃത്വം ശ്രമിച്ചിട്ടുണ്ട്. സംഘടനയെ വളർത്തുന്നതിനും അതോടൊപ്പം തന്നെ വ്യാപാര മേഖലയിലെ വ്യാപാരികൾക്കും വ്യവസായികൾക്കും എല്ലാവിധ അഭിവൃദ്ധികളും ഉണ്ടാകുന്ന തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സംഘടനയുടെയും പ്രവർത്തകർ എന്നും ശ്രമിച്ചു വന്നിട്ടുണ്ട്. 500 മെമ്പർമാർ എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തെ സംബന്ധിച്ച് വളരെ പ്രത്യേക പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ചെറുപുഴ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകളിലൊന്നും തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ 500 തികഞ്ഞ ഒരു യൂണിറ്റുകളും ഇപ്പോൾ നിലവിലില്ല. തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ 10, 100, 200 അംഗങ്ങൾ മാത്രമാണ് ഓരോ യൂണിറ്റുകളിലുള്ളത്. ഇവിടെ അത് 500ലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതികൾ വന്ന് 25 വർഷത്തോളം ആകുമ്പോൾ നമ്മുടെ ഈ പട്ടണം ഒരു മുനിസിപ്പാലിറ്റിയുടെ തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടത്തേക്ക് കടന്നു വരുന്ന എല്ലാ വ്യാപാരികളെയും വളരെ സ്വാഗതപൂർവ്വം
സ്വാഗതം ചെയ്തുകൊണ്ട് അവരെ നമ്മുടെ സംഘടനയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ വളർച്ചയ്ക്കും വ്യാപാര സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും ഉതകുന്ന പ്രവർത്തനങ്ങൾ എന്നും നടത്തി വന്നിട്ടുണ്ട്. അതോടൊപ്പം പൊതുസമൂഹത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങളും അതുപോലെ പദ്ധതികളും ആവിഷ്കരിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ 50 വർഷം പൂർത്തീകരിക്കുന്ന സുവർണ ജൂബിലി വർഷം വിപുലമായ ആഘോഷങ്ങളോടുകൂടി തുടക്കം കുറിക്കണമെന്ന് കഴിഞ്ഞ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ജൂബിലി വർഷം 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമായിരിക്കണമെന്ന് തീരുമാനിക്കുകയും അതിന് ഈ വരുന്ന 8-ാം തീയതി ഫെബ്രുവരി 8-ാം തീയതി ചെറുപുഴയിൽ തുടക്കം കുറിക്കുകയാണ്. ആഘോഷത്തിൻ്റെ തുടക്കമായി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മുൻ പ്രസിഡന്റുമാരെല്ലാം ഒന്നുചേർന്നുകൊണ്ട് അവരെയെല്ലാം ആദരിച്ചുകൊണ്ട് അവർ തന്നെയാണ് ജൂബിലി വർഷ ആഘോഷങ്ങൾക്ക് ഭദ്രദീപം തെളിയിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ദേവസ്വം മേച്ചേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലും മറ്റ് സാമൂഹിക രംഗത്ത് വിശിഷ്ട വ്യക്തിത്വങ്ങളായിട്ട് കഴിവ് തെളിയിച്ച അംഗീകരിക്കപ്പെട്ട പല വ്യക്തികളെയും ആ ചടങ്ങ് വെച്ച് ആദരിക്കുകയാണ്. അതുപോലെ തന്നെ വ്യാപാര സമൂഹത്തിലും ഈ നാട്ടിലും സഹകരണ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങളിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായി തീർന്ന ചെറുപുഴ മർച്ചന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ CM ബേബി അവറുകളെ മികച്ച സഹകാരി എന്ന നിലയിൽ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടക്കുകയാണ്. ഇതിനോട് അനുബന്ധിച്ച് മറ്റ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെയും ആദരിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ നിരവധിയായ വ്യാപാരികൾക്കും പൊതുസമൂഹത്തിനും നിരവധിയായ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ ആലോചിച്ച് വരികയാണ്. അത് തുടർന്ന് ഉള്ള പ്രവർത്തനങ്ങൾ 1 വർഷം കൊണ്ട് പ്രാവർത്തികമാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ വെച്ച് ചെറുപുഴയിലെ 500 വ്യാപാരികൾ മെമ്പർഷിപ്പ് എടുത്തതിൻ്റെ സന്തോഷവും ഞങ്ങൾ ആഘോഷിക്കുകയാണ്. 500ാമത്തെ മെമ്പർക്ക് ജില്ലാ മേഖല യൂണിറ്റ് ഭാരവാഹിയുടെ സാന്നിധ്യത്തിൽ മെമ്പർഷിപ്പ് നൽകിക്കൊണ്ടാണ് ആ ചടങ്ങ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. എല്ലാ വ്യാപാരി സമൂഹത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ കുടുംബസംഗമവും ഇതോടൊപ്പം സംഘടിപ്പിക്കുകയാണ്. വ്യാപാരികളുടെ മക്കളുടെ കലാപരിപാടികളും മെമ്പർമാരുടെയും കലാപ്രകടനങ്ങളും ഒക്കെ ഇതിനോടൊപ്പം ചേർക്കുവാൻ ഞങ്ങൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. ഈ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന എല്ലാ വ്യാപാരികളെയും കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ പബ്ലിസിറ്റികൾ നൽകി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകി വരുന്ന മാധ്യമ പ്രവർത്തകർക്കും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വ്യാപാര മേഖല വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 50 വർഷം പിന്നിടുന്ന ഈ ആഘോഷത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വ്യാപാര മേഖലയിൽ ഇത്രയും വർഷം പിടിച്ചു നിന്ന ഇതുപോലെ വ്യാപാരികൾക്ക് അഭിമാനപരമായ ഒരു മുഹൂർത്തമാണത്. ഈ അവസരത്തിൽ ഇതുപോലെ വ്യാപാരികൾ 50 സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ സന്തോഷത്തിലാണ്. ഈ ചടങ്ങിലെ മുഖ്യമായിട്ടുള്ള ഒരു അജണ്ട ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും തന്നെ സ്വീകരണം കൊടുക്കുക എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന മറ്റ് 2 ബ്ലോക്ക് മെമ്പർമാർ, അതുപോലെ തന്നെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ മെമ്പർമാർക്കും ഈ ചടങ്ങിൽ വെച്ച് ഞങ്ങൾ സ്വീകരണം നൽകുകയാണ്. കേരളത്തിലെ വ്യാപാരി വ്യവസായികളുടെ വലിയ ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന. 10 ലക്ഷത്തിലധികം അംഗസംഖ്യയുള്ള ഈ സംഘടനയുടെ കീഴിൽ ചെറുപുഴ യൂണിറ്റ് കഴിഞ്ഞ 5 പതിറ്റാണ്ടായി 50 വർഷമായി ഇന്ന് 500-ലധികം മെമ്പർഷിപ്പുമായി ഏകോപന സമിതിയുടെ ഒരു മുഖ്യ ഘടകമായി തന്നെ തോന്നിയിരിക്കുകയാണ്. യൂണിറ്റിനെ സംബന്ധിച്ച് ഈ ചെറുപട്ടണം വളർന്ന് വലുതാവുമ്പോൾ ഇവിടേക്ക് കടന്നു വരുന്ന പുതിയ സംരംഭകരെയൊക്കെ സംഘടനയുടെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് നല്ലൊരു മെമ്പർഷിപ്പോട് കൂടി തന്നെ ഇവിടുത്തെ വ്യാപാരികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, അവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ, അതുപോലെ
തന്നെ അതിലുപരിയായി തന്നെ ഈ നാടിന്റെ വികസനത്തിന്, ഈ നാടിന്റെ ക്ഷേമത്തിന്, ഇവിടെ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങൾക്കും കൈത്താങ്ങായി തീരാനും ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം ചാരിതാർത്ഥ്യജനകമാണ്. ഈ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയുടെ സന്തോഷം വ്യാപാരികൾക്കും കുടുംബങ്ങൾക്കൊപ്പം ഈ ജനങ്ങളുമായി കൂടെ ഞങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ. അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചിലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനും 04985 242140. മൊബൈൽ 6238 064141.